ഒരുപാട് അന്വേഷണങ്ങൾക്കിടയിൽ ഒരു കാര്യം എനിക്ക് ബോധ്യമായി. ഷാനുവിന്റെ മരണം ഒരു കൊലപാതകമാണ്. വളരെ ആസൂത്രിതമായ ഒരു കൊലപാതകം. ഇനി അത് ചെയ്ത ആരാണെന്ന് മാത്രം കണ്ടുപിടിച്ചാൽ മതി. അതിന് എനിക്ക് പൂജയുടെ സഹായം വേണം. താൻ പേടിക്കണ്ട. അറിയാവുന്ന കാര്യങ്ങൾ എന്നോട് മനസ്സോർന്ന് പറഞ്ഞാൽ മതി. ഇതിന്റെ പേരിൽ തനിക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. ഒരുമിച്ച് പഠിച്ചോന്നല്ലാതെ ഷാനുവുമായി തനിക്ക് യാതൊരു ബന്ധം ഉണ്ടായിരുന്നില്ല, അല്ലേ? എന്താ താനൊന്നും പറയാത്തെ? അന്ന് ഷാനുവിന്റെ വീട്ടുകാർ പറഞ്ഞതുപോലെ എന്തെങ്കിലും അടുപ്പം നിങ്ങൾ തമ്മിലുണ്ടായിരുന്നോ? ഇല്ല. പിന്നെ ഷാനു എന്റെ ആദ്യയുടെയും നല്ലൊരു സുഹൃത്തായിരുന്നു. അതൊന്ന് പറഞ്ഞല്ല. എനിക്കറിയേണ്ടത് സൗഹൃദത്തിനപ്പുറം നിങ്ങൾ തമ്മിൽ മറ്റെന്തെങ്കിലും റിലേഷൻ ഉണ്ടായിരുന്നോ എന്നാണ്. ചോദിച്ചു കേട്ടില്ലേ? കേട്ടു. പിന്നെന്താ മറുപടി പറയാൻ ഒരു താമസം? ഞാൻ ദത്തേട്ടനോട് എല്ലാം പറഞ്ഞതല്ലേ, പിന്നെ എന്തിനാ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നേ? ഷാനുവിന്റെ വീട്ടുകാർ മാത്രമല്ല, മറ്റു പലരും എന്നോട് ഈ കഥ പറഞ്ഞായിരുന്നു. പക്ഷേ ഞാനതൊന്നും വിശ്വസിക്കുന്നില്ല. മുത്തശ്ശി പറഞ്ഞതുപോലെ ചിലപ്പോൾ ഈ വിവാഹം മുടക്കാൻ കരുതിക്കുട്ടി ആരെങ്കിലും ഒക്കെ ഉണ്ടാക്കുന്ന കഥകളായിരിക്കും. ആ കഥകൾക്ക് ഒരു സ്ഥിരീകരണം തരേണ്ടത് പൂജയാണെന്ന് മാത്രം. ഞാൻ പറഞ്ഞല്ലോ ദത്തേട്ടാ. എന്ത്? ക്ലാസ്മേറ്റ്സ് ആയിരുന്നു എന്നതിനപ്പുറം നിങ്ങൾ തമ്മിൽ ഒന്നും ഉണ്ടായിരുന്നില്ലെന്ന്. താൻ കടപ്പുറത്ത് അയാളെ കാണാൻ പോയിരുന്നത് വെറും സൗഹൃദത്തിന്റെ പേരിലാണെന്ന്. ഇനി താൻ മാറ്റി പറയില്ലല്ലോ? ആഹാ, ദത്തേട്ടൻ ഇവിടെ നിൽക്കാണോ? ഞാൻ ഭക്ഷണം എടുത്തു വെച്ചു. എന്താ ദത്തേട്ട, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഏയ്, ഒന്നുമില്ല. ഞാൻ വെറുതെ പൂജ കണ്ടപ്പോ കുശലം ചോദിച്ചു നിന്നാ. വാ.